കിളിമാനൂരിൽ അധ്യാപികയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നടന്ന കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് സംസാരിക്കുകയും അതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കം പിന്നീട് സ്റ്റേഷൻ മുമ്പിൽ എത്തിയിരിക്കേണ്ട അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത് ആ ഉപരോധിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോയി അതിനെ തുടർന്നുണ്ടായ അറസ്റ്റാണ് സംഭവിച്ചത്. ഈ അധ്യാപിക ഇടതുപക്ഷ അധ്യാപിക സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അനുഭാവിയാണ്. ഇവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടാനായിട്ടുള്ള ഒരു സംവിധാനം ഒരു സാഹചര്യം ബോധപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ്. പോക്സോയും SC/ST അട്രോസിറ്റിയും കൂടെ ഈ രണ്ട് സെക്ഷനാണ് പ്രധാനമായിട്ട് ഉൾപ്പെട്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കിളിമാനൂരിൽ അധ്യാപികയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നടന്ന കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നാളിതുവരെയായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഈ സാഹചര്യത്തിൽ. അതെ, ഇതിനകത്ത് ഈ പോക്സോയും SC/ST അട്രോസിറ്റിയും കൂടെ ഈ രണ്ട് സെക്ഷനാണ് പ്രധാനമായിട്ട് ഉൾപ്പെട്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് പോലും ഇതിൽ അവർക്ക് ഹൈക്കോടതിയിൽ പോയി ജാമ്യം എടുക്കാനായിട്ടുള്ള അവസരം സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ അധ്യാപിക ഇടതുപക്ഷ അധ്യാപിക സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അനുഭാവിയാണ്. ഈ അധ്യാപികയുടെ ഈ പ്രതിയായിട്ടുള്ള ഈ അക്യൂസ് ആയിട്ടുള്ള അധ്യാപികയുടെ ഹസ്ബൻഡ് ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ KSTയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന കിളിമാനൂർ മേഖല ഇടതുപക്ഷ അധ്യാപക സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയാണ്. ഇവരുടെ ഫാമിലി പശ്ചാത്തലവും അതിൻ്റെ ഇടതുപക്ഷ CPM-ഉമായിട്ട് ആ നേതൃത്വത്തിൽ സംഘടന രാഷ്ട്രീയമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ ഇടപെടലിൻ്റെ പുറത്ത് ഇവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടാനായിട്ടുള്ള ഒരു സംവിധാനം ഒരു സാഹചര്യം ബോധപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ്. രാവിലെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് വരിക. നമ്മൾ ഈ KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അസംബ്ലി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബെൻഷ ബിഷു ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലാണ് എത്തിയത്. അത് സംസാരിക്കുകയും അതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കം പിന്നീട് ഈ സ്റ്റേഷൻ മുമ്പിൽ എത്തിയിരിക്കേണ്ട അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത് ആ ഉപരോധിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോയി അതിനെ തുടർന്നുണ്ടായ അറസ്റ്റാണ് സംഭവിച്ചത്. അപ്പോൾ പോലും ഇതെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നോ എങ്ങനെയാണ് അതിന്റെ മുന്നോട്ടുള്ള പോക്കെന്നോ ഉള്ളതിനെ കുറിച്ചും പോലീസ് അതൊന്നും പറയുന്നില്ല. അതെ, മൗനം പാലിച്ചിരിക്കുകയാണ്. ഇത് ഇന്ന് ഈ ഔദ്യോഗികമായിട്ട് പാർട്ടി സമരത്തെ കുറിച്ച് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ഇത് പ്രത്യേകിച്ചൊരു സാഹചര്യം ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു പ്രകോപനപരമായിട്ട് സമരമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ ഇനിയും പോലീസ് ഈ ഒരു പക്ഷപാതപരമായിട്ടുള്ള ഈ രാഷ്ട്രീയ ചേവിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി പ്രഖ്യാപിത സമരങ്ങളുമായിട്ട് കോൺഗ്രസും KSUവും മുന്നോട്ട് വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.